വീടിന് ചുറ്റും നല്ല തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ മുകളിൽ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ വീട് പണിയുന്ന സമയത്ത് ഒരു 7 വർഷം മുന്നത്തെ കാര്യമാണ് കേട്ടോ. ഫുള്ള് നല്ല വെയിലടിക്കുന്ന ഒരു ഏരിയയായിരുന്നു, ഒരു മരങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് നമുക്ക് ചെടികളൊക്കെ തരുമല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കുറച്ച് മരങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലുള്ളതാണ് കേട്ടോ നമ്മുടെ ബദാം. അപ്പോൾ ബദാം നടുന്ന സമയത്ത് വെള്ളം ഒഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, തൊട്ട് തന്നെ കനാലാണ്, അതുകൊണ്ട് എനിക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ നട്ട് പരിപാലിപ്പിച്ച് ഒരു 5 വർഷത്തിന് ഇപ്പുറമുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നന്നായിട്ട് വലുതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിറയെ കായകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ബദാമിൽ. അപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ബദാമിൻ്റെ ഇത് വീഴുമ്പോൾ നമ്മൾ കല്ലുകൊണ്ട് കുത്തി പൊടിച്ചിട്ട് അതിന് പരിപ്പൊക്കെ എടുത്ത് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഇന്ന് ഇതൊന്നും അങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ളത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ ഫുള്ളും നല്ല വെയിലായിരുന്നു. ഇപ്പോൾ നല്ല തണലാണ് കേട്ടോ, കുറേ മരങ്ങളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം തണലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബദാമിൻ്റെ കായൊക്കെ പറക്കി എടുത്തു കേട്ടോ. കുറച്ച് കിട്ടിയുള്ളൂ, അതൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കിളികളൊക്കെ വന്നിട്ട് കുത്തി കൊണ്ടുപോകാറുണ്ട് തോന്നുന്നു കേട്ടോ. അവിടെ നിറയെ കിളികളുടെ ബഹളമാണ് ഉണ്ടാവുക രാവിലെയൊക്കെ നോക്കുമ്പോൾ. അപ്പം അങ്ങനെ ഞാനീ പുറത്ത് കിടന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബബിലു ഇതേ മെല്ലെ മെല്ലെ വന്നു നോക്കുന്നുണ്ട് കേട്ടോ, അവിടെ എന്താ പരിപാടി വെച്ചിട്ട്. ഞാൻ എങ്ങോട്ട് പുറത്തിറങ്ങിയാൽ ആൾ ഒപ്പം ഉണ്ടാവും. അപ്പം ഞാനങ്ങനെ കായകളൊക്കെ പറക്കിയെടുത്തു. കുറച്ചൊക്കെ നാശമായ കായകളായിരുന്നു കേട്ടോ, പക്ഷേ പൊളിച്ച് നോക്കിയാലല്ലേ ഉള്ളിൽ നല്ലതാണ് എന്താണെന്ന് അറിയുള്ളൂ. അതുകൊണ്ട് ഞാനതെല്ലാം പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറക്കിയെടുത്തിട്ട് അതിൽ നിന്ന് നല്ലതൊക്കെ എടുത്തിട്ടൊന്ന് പൊളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊക്കെ നല്ലത് കിട്ടുള്ളൂ, പിന്നെ കുറേയൊക്കെ കേടായിരുന്നു. കുറേ ദിവസം ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഉള്ള കാരണം കൊണ്ട് നിറയെ കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പൊളിച്ച്, അതെവിടെ വീഡിയോ എത്തിയിട്ടില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആ പൊളിക്കണ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഇതാ നമ്മുടെ വെട്ടുവത്തിയൊക്കെ എടുത്തിട്ട് ഞാനത് പൊളിച്ചിട്ടാ. പക്ഷേ ഫസ്റ്റ് തട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് അപ്പുറത്തേക്ക് ചാടില്ല എന്നുള്ളത്, പക്ഷേ പകുതി ഭാഗം നിലത്തേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് വീണ് പോയി. പകുതി ഭാഗത്തുണ്ടായത് പിന്നെ ഞാൻ എടുത്തു കേട്ടോ. ആ ഉള്ളിൽ കണ്ട വെള്ള നമ്മുടെ ബദാം, പണ്ട് കാലത്ത് നമ്മൾ ശരിക്കും ബദാമാണെന്ന് വിശ്വസിച്ചിരുന്ന ബദാമാണിത്, ഡ്യൂപ്ലിക്കേറ്റ് ബദാം. എന്തോ വേറെ നാട്ടിലൊക്കെ ഇത് ബദാം കായ എന്ന് എന്തൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ബദാം എന്നാണ് പറയുക. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം മാത്രം നന്നായിട്ട് പൊട്ടാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാക്കിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ കിട്ടിയുള്ളൂ കുറച്ചൊക്കെ. ഇതാണ് സംഭവം, ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക കായ. അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ള പരിപ്പും ഉണ്ടാവും കേട്ടോ. അങ്ങനെ എനിക്ക് കിട്ടി. ഞാനിത് കുറേ നാളുകൾക്ക് ശേഷം ഞാനിത് ഇന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറയേണ്ട ആവശ്യമില്ല.